മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം എറണാകുളത്ത് ജോലി സ്ഥലത്ത് നിന്നും ക്ഷീണിച്ചവശനായിക്കൊണ്ട് തന്നെ മനു വീട്ടിലേക്ക് എത്തുമ്പോൾ കേൾക്കുന്നത് വല്ലാത്തൊരു വാർത്തയായിരിക്കും. രോഹിത്തിൽ നിന്നും ഹരിയിൽ നിന്നും ബബിതയുടെ പോക്കിത്തരങ്ങൾ കണ്ടപ്പോൾ മനു ആകെ തകർന്നു പോയി. ഹരിയാണെങ്കിൽ താനും ബബിതയും തമ്മിലുണ്ടായ വഴക്കൊന്നും തന്നെ മനുവിനോട് പറയുന്നില്ല. പകരം ബബിതയ്ക്ക് അമൽ എന്ന പേരുള്ള ഏതോ ഒരുത്തനുമായി അടുപ്പമുണ്ടെന്നും അവരെ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാർ വന്നു പറഞ്ഞു എന്നൊക്കെയാണ് അവൻ അങ്ങ് തട്ടിവിടുന്നത്. അത് കേട്ടപ്പോൾ മനുവിൻ്റെ നെഞ്ചൊന്ന് കാളി. അവൻ മനസ്സിനുള്ളിൽ ആവലാതിയോട് കൂടെ ഓർത്തു, ഈശ്വര, ഇവളിത് ഏത് വഴിക്കാണ് ഈ പോകുന്നത് എന്ന്. ആൻറ്റിയുടെ അതേ പാത തന്നെ ഇവളും പിന്തുടരുകയാണോ? അലീനയെ പോലെ ഇനി മറ്റൊരു കുഞ്ഞുകൂടി? അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ആകെ അസ്വസ്ഥനായി മനു ചോദിച്ചു, എടാ, എവിടെയുള്ളവനായി പയ്യൻ? നല്ല ഫാമിലി വല്ലതുമാണോ? ഇത് കേട്ടപ്പോൾ ഹരിയും രോഹിത്തും കൂടി പറഞ്ഞു, ഏയ്, നല്ല ഫാമിലിയൊന്നുമല്ല, വളരെ മോശപ്പെട്ട ഫാമിലിയാണ് ഏട്ടാ. അവൻ പെണ്ണ് പിടിയനാണെന്നാ കേട്ടത്. ഒരു ചെറിയ ഫ്രൂട്ട് ഷോപ്പുമുണ്ട് അവന്. അതും സ്വന്തമായിട്ടല്ല, അവൻ്റെ അപ്പൻ്റേതാണ്. അവൻ എന്തോ കോഴ്സ് ചെയ്യാണെന്നും പറഞ്ഞ് കറങ്ങി നടക്കുക, അല്ലാതെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാനൊന്നുമില്ല എന്ന് പറയും. ഇത് കേട്ടപ്പോൾ മനുവിനങ്ങ് ദേഷ്യം വന്നു. ഓ, അപ്പോൾ അവനെ കുറ്റം പറയുന്നവരൊക്കെ വലിയ മാന്യന്മാരാണല്ലോ അല്ലേ? മനുവിൻ്റെ ആ ഒരു കളിയാക്കൽ ഹരിക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. അവൻ ചൂടായി. ഏട്ടാ, ഇപ്പോൾ അതാണോ ഇവിടുത്തെ വിഷയം? നമ്മൾ ബബിതയെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്? ഏട്ടൻ വെറുതെ ഒന്നിനു പിറകെ ഒന്നായി ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താതെ ഇപ്പോൾ ഉണ്ടായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ നോക്ക്. ഇതും പറഞ്ഞ് ഹരി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പടിചവിട്ടി മുകളിലേക്ക് പോയി. രോഹിത്തിനെ നോക്കി മനു ചോദിക്കുന്നുണ്ട്, രോഹിത്തെ, നമുക്ക് ഈ കാര്യം ബാലചന്ദ്രൻ അങ്കിളിനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കും. അങ്കിളാകുമ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള പരുവത്തിൽ കൈകാര്യം ചെയ്തോളും. പക്ഷേ രോഹിത്ത് സമ്മതിക്കുന്നില്ല. വേണ്ടേട്ടാ, ഇപ്പം അതൊന്നും അച്ഛനോട് പറയണ്ട. ഒന്നാമതേ അച്ഛൻ ഞങ്ങളോട് ഭയങ്കര കരിപ്പിലാണ്. അതിൻ്റെ കൂടി ഇതും കൂടി കേട്ടുകഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. മനു രോഹിത്തിനെ അടുത്ത് വിളിച്ച് സമാധാനിപ്പിച്ചു. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛൻ എന്ത് പറഞ്ഞാലും അത് തെറ്റാണെന്ന രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും കാണുന്നത്. അതിപ്പോൾ ശരിയല്ല. ഇവൾക്ക് ആരെയാടാ പേടി? നിന്നെ പേടിയില്ല, അച്ഛനെ പേടിയില്ല, അമ്മയും പേടിയില്ല. അമ്മക്കാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യമൊന്നും നോക്കാനൊന്നും സമയമില്ലല്ലോ. എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന്, അലീനെ എവിടെ നിന്നും ഓടിക്കാമെന്ന് മാത്രമാണ് നിങ്ങളുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അമ്മ ഇപ്പോൾ അത് മാത്രമാണ് ചിന്തിക്കുന്നത്. മനു ഒരു നിമിഷമൊന്ന് നിർത്തി രോഹിത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നോക്ക് രോഹിത്തെ, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കരയുന്ന ഒരു സമയം വരും. അന്നെല്ലാം കൈവിട്ടു പോയിട്ട് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഒരുപാട് കരയേണ്ടി വരും. അതിപ്പോൾ ഞാൻ ഇപ്പോഴേ പറയാം. മനു നടന്നു നീങ്ങുമ്പോൾ രോഹിത്ത് ആകെ കൺഫ്യൂഷനായി അവിടെ തന്നെ നിന്നു. എന്താ മനുവേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെ മനസ്സിലാവുന്നില്ലല്ലോ. മുറിയിലെത്തിയ മനുവിന് ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. ബബിതയുടെ കാര്യം ആലോചിക്കുന്തോറും അവന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. അവൾക്ക് ഭയങ്കര സാമർഥ്യമാണ്. ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല. അമ്മ എന്നല്ല, അച്ഛൻ എന്നില്ല, ചേട്ടൻ എന്നില്ല. അവൾക്ക് തോന്നുന്നത് മാത്രമേ അവൾ ചെയ്യൂ. ഇവളെ എങ്ങനെ നേരെയാക്കിയെടുക്കും? ഇവിടെ നിൽക്കുന്തോറും ഇവൾ വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. ആരെയും കണ്ടു പഠിക്കാൻ ഇവിടെ അത്ര നല്ല ഗുണമൊന്നുമുള്ളവരൊന്നുമില്ലല്ലോ. അപ്പോഴാണ് മനുവിന് അലീനയുടെ മുഖം ഓർമ്മ വന്നത്. അലീനയെ ഒന്ന് വിളിച്ചു നോക്കാം, അവൾക്ക് ടെൻഷനാവുമോ? എന്തായാലും സാരമില്ല, ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് ചിന്തിക്കും. മനു ഫോണെടുത്ത് അലീനയെ വിളിച്ചു. മറുതലക്കൽ അനീന ഫോണെടുത്തു. എന്തായി പെണ്ണെ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ? നിന്നെ വിളിച്ചിട്ട് 2 ദിവസമായല്ലോ. നീ പിണക്കത്തിലൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കാണ് മനു. ഇല്ല മനുവേട്ട, മനുവേട്ടൻ തിരക്കിലാണെന്നും എനിക്കറിയാലോ. പിന്നെ എപ്പോഴും വിളിച്ചിട്ടിപ്പോൾ എന്ത് ചോദിക്കാനാ? ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്തായിരുന്നു. ഇന്നാണ് വന്നത്. ഇന്നിപ്പോൾ അവിടുത്തെ സുശീല ആൻറ്റി ഇവിടെയുണ്ട്. നാളെ എങ്ങാനും ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് വരും. അലീന മറുപടി പറഞ്ഞു. എന്നിട്ട് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തായി മനുവേട്ട? ഇവിടുന്ന് 2 ആൾക്കാരും അവിടെ വന്നിട്ട് സുഖമായിരിക്കുന്നോ? അതോ മനുവേട്ടൻ്റെ അമ്മയുമായിട്ട് അവിടെ എങ്ങാനും അടിപിടി ഉണ്ടായോ എന്ന് ചോദിക്കും. മനു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പോടി, വല്ലാതെ കളിയാക്കല്ലേ പെണ്ണെ. കുറച്ചു നേരം അവർ തമാശ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. പെട്ടെന്ന് മനുവിൻ്റെ ശബ്ദമങ്ങ് ഗൗരവത്തിലായി. അലീന, നമ്മുടെ കുടുംബത്തിൽ ഇനിയും ആൻറ്റിക്ക് സംഭവിച്ചതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അലീന അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് അമ്മയുടെ ആ ഒരു കാർ ആക്സിഡൻ്റാണ്. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല മനുവേട്ട. നമുക്ക് അങ്ങനെയൊന്നും താങ്ങാനുള്ള ശക്തിയില്ലല്ലോ. അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമമാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. എത്ര ചുറുചുറുക്കോടെ നടന്ന ആളാണ്. ഇപ്പോൾ ഒരു ബെഡിലിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മനു ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാലോ. നാളെ എനിക്കും ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അയ്യോ മനുവേട്ട, അങ്ങനെയൊന്നും പറയലേ. എനിക്ക് കേൾക്കുന്നത് പോലും പേടിയാണ്. ഉറങ്ങാൻ കിടന്നാൽ പിന്നെ അതെയൊക്കെ തന്നെയാണ് എൻ്റെ ചിന്ത. അലീന സങ്കടത്തോടെ പറഞ്ഞു. ശരി ശരി, ഞാനൊന്നും പറയാനല്ല വിളിച്ചത്. നീ ചോദിച്ചില്ലേ ഇവിടെ വന്നവരുടെ വിശേഷമൊക്കെ? അതിനെക്കുറിച്ച് പറയാനാ ഞാൻ ഈ രാത്രി നിന്നെ വിളിച്ചത്. അതെന്താ മനുവേട്ട, എന്താ കാര്യമെന്ന് അലീനയുടെ ശബ്ദം ആകാംക്ഷ നിറഞ്ഞു.
അത് പിന്നെ അലീന, നമ്മുടെ ബബിതയുണ്ടല്ലോ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ വല്ലാതെ ടെൻഷനാവരുത്. മനു ആമുഖമിട്ടു. ഇല്ല മനുവേട്ടാ, എന്താ എന്താ ബബിതയ്ക്ക് പറ്റിയേ? ബബിതയ്ക്ക് ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഇവിടുത്തെ ആരോഗ്യം റിലേഷനൊക്കെ സാധാരണ എന്ന് വെക്കാം. എന്നാലും അലീന, അവർ തമ്മിൽ. മനു വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. അലീനെ പോലൊരു പാവം കുട്ടിയോട് ഇതൊക്കെ എങ്ങനെ തുറന്നു പറയണമെന്നോർത്തുകൊണ്ട് തന്നെ അവൻ ബുദ്ധിമുട്ടി. അവൾ അവനെ കാണാൻ പോകുന്നതും വരുന്നതുമൊക്കെ ഇവിടെ അറിഞ്ഞു. ചോദിച്ചപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നുമില്ല എന്നാ പറഞ്ഞത്. ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. മറുഭാഗത്ത് നിശബ്ദത. മനു ഫോണിലേക്ക് നോക്കി കട്ടാക്കിയിട്ടില്ല. ഹലോ അലീന, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? മനുവേട്ടാ, എനിക്കിത് നേരത്തെ തന്നെ അറിയാമായിരുന്നു, അലീന മെല്ലെ പറഞ്ഞു. അലീനയുടെ വാക്ക് കേട്ട് അന്നേരം മനു ഒന്ന് ഞെട്ടിപ്പോയി. എന്ത്, നിനക്കറിയാമായിരുന്നു എന്നോ? നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം? അതേ മനുവേട്ടാ, ഞാൻ അവിടെയുള്ള സമയത്ത് അവളുടെ അച്ഛനും അമ്മയും വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് പോലും അവൾ ആ പയ്യനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. എന്നെ കാണിക്കാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല. ഹാളിരുന്ന് സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കണ്ടു. ഞാൻ കാണുന്നുണ്ടെന്നറിഞ്ഞിട്ടും അവൾ അവനെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ ആ പയ്യനെ വിളിച്ച് പുറത്തേക്ക് വണ്ടിയിൽ കയറി അങ്ങ് പോയി. ഞാൻ അന്ന് അതെല്ലാം തന്നെ മുത്തശ്ശിയോട് പറഞ്ഞതുമാണ്. അത് കേട്ടപ്പോൾ മനുവിന് ദേഷ്യം അടക്കാനായില്ല. നീ എന്ത് പണിയാണ് കാണിച്ചത് അലീന? ഇതൊക്കെ അറിഞ്ഞിട്ടും നീ എന്നോടെന്താ പറയാതിരുന്നത്? എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് സംസാരിക്കാറുള്ളതല്ലേ? എന്നിട്ടിപ്പോൾ ഇതെന്താന്ന് ചോദിക്കുന്ന സമയത്തിന് മനുവേട്ട, എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ അതങ്ങ് വിട്ടുപോയി. സോറി മനുവേട്ട. ഇതാണ് അലീന ഞാൻ പറഞ്ഞത്. ഇനിയും ആൻറ്റിക്ക് സംഭവിച്ച അതേ ദുരന്തം തന്നെ മറ്റൊരു പെൺകുട്ടി കൂടി നമ്മുടെ തറവാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അലീന ഇത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ തെറ്റിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവളാണല്ലോ അവള്. അയ്യോ മനുവേട്ട, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. മനുവേട്ടന് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയാഞ്ഞിട്ടാണ്. ഒരു അമ്മയ്ക്ക് മാത്രമല്ല അത് സംഭവിക്കുന്നത്. ഒന്നും അറിയാതെ ജനിക്കുന്ന കുഞ്ഞിനും കൂടിയാണ് അത് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ജീവിച്ചു തുടങ്ങിയ നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മനുവേട്ട. അലീന വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല അലീന. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. അവൾ ആരെയും വകവെക്കുന്നില്ല. അങ്കിളിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പോലും അറിയില്ല. ഇന്ന് അവൾ എവിടെയോ ഒരു പയ്യൻ്റെ ഒപ്പം ഏതോ ഒരു ആളില്ലാത്ത വീട്ടിലേക്ക് പോയി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അലീന അത് കേട്ടപ്പോൾ ആകെ പേടിച്ചു പോയി. മനുവേട്ട, ഇനി അവരെ അവിടെ നിർത്തണ്ട. എനിക്ക് പേടിയാവുന്നു. ഞാൻ നോക്കിക്കോളാം. മനുവേട്ടൻ അവരെ ഇങ്ങോട്ടേക്ക് വിട് പ്ലീസ് മനുവേട്ട. നീ ടെൻഷനാവാതിരിക്കുക അലീന. നമ്മളെല്ലാവരും കൂടെയില്ലേ? അവൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതെ നമുക്ക് നോക്കാം. നീ കരയല്ലേ? മനുവേട്ടന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ്റെ അടുത്ത് പറയണോ ഇതെല്ലാം? വേണ്ട മോളെ, ഇപ്പോൾ ഒന്നും നീ പറയണ്ട. സമയമാവുമ്പോൾ നമുക്ക് അങ്കിളിനോട് സംസാരിക്കാമെന്ന് പറയാണ് മനു. 2-3 ദിവസത്തിനകം തന്നെ രണ്ടാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുത്തും. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. അവള് അത്ര നന്നായിട്ട് നീ നോക്കുമെന്നും അവളെ നല്ലൊരു പെൺകുട്ടിയാക്കി നീ മാറ്റിയെടുക്കുമെന്നും നീ എനിക്ക് വാക്ക് തരണമെന്ന് പറയാണ് മനു. ഞാൻ നോക്കിക്കോളാം മനുവേട്ട. എന്നെ അവൾ അനുസരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ടാവുന്നത് പോലെ തന്നെ അവൾ എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും ഞാൻ അവളെ തെറ്റുകളിൽ നിന്നും തിരുത്താൻ ശ്രമിച്ചോളാം. ശരി, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനു ഫോൺ വെച്ചു. അലീനക്ക് അന്നേ ദിവസം ഉറക്കം പോലും വരുന്നില്ല. എന്നാലും ബബിതയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? അമ്മ ആക്സിഡൻ്റ് ആയിട്ട് കേൾക്കുമ്പോഴും അവൾക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു? അവൾക്ക് ശരിക്കും അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണല്ലോ. അമ്മക്കും ആരോടും സ്നേഹമില്ലാത്തതുപോലെ ഓരോന്ന് ചിന്തിച്ചിട്ട് അവൾ അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് അതിരാവിലെ തന്നെ അലീന എഴുന്നേറ്റു. വീട്ടുജോലികളൊക്കെ തീർത്ത് കൃഷ്ണമോളെ സ്കൂളിലേക്ക് അയച്ച് അച്ഛനുള്ള ഭക്ഷണവും എടുത്തു വെച്ചു. അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി. നമുക്ക് പോയാലോ എന്ന് ചോദിക്കാൻ അലീന. ബാലചന്ദ്രൻ സന്തോഷത്തോടു കൂടെ തന്നെ അവളെ നോക്കി. നീ ആള് കൊള്ളാം കേട്ടോ. എത്ര നന്നായിട്ടാണ് നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആയപ്പോഴേക്കും നീ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു തീർത്തിരിക്കുന്നത്? എൻ്റെ മോളെ, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നാളെ മുതൽ സഹായത്തിനൊരു വേലക്കാരിയെ ഞാൻ വരുത്തുന്നുണ്ട്. നീ ഇങ്ങനെ പണി ചെയ്യാനുള്ള ആളൊന്നുമല്ല. നീ എൻ്റെ മോളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. നിന്നെ ഞാൻ കോളേജിൽ വിട്ട് പഠിപ്പിക്കും. നീ ആരാവുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛാ, അതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ഉള്ളത് തന്നെ ധാരാളമാണ്. അച്ഛൻ വന്നേ, നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. അവൾ കൈപിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് നടന്നു. കാറിൽ പോകുമ്പോൾ അലീന മിണ്ടാതിരുന്നു. അവൾ പുറത്തേക്ക് നോക്കി എന്തോ ചിന്തിക്കുന്നത് ബാലചന്ദ്രന് മനസ്സിലായി. മോൾ എന്താ വീട്ടിൽ നിന്നും കയറിയപ്പോൾ മുതൽ എന്തൊക്കെയോ ആലോചനയിലാണല്ലോ? ഒന്നുമില്ല അച്ഛാ, ഞാൻ അമ്മയെക്കുറിച്ച് അലീന കള്ളം പറഞ്ഞു. അവളുടെ മനസ്സിൽ മുഴുവൻ ബബിതയായി. ബബിതയ്ക്കും അമ്മയെപ്പോലെ എന്തെങ്കിലും പറ്റുമോ എന്ന പേടിയായിരുന്നു അലീനക്ക്. ഹോസ്പിറ്റലിലെത്തിയത് അലീന അറിഞ്ഞില്ല. മോളെ, സ്ഥലത്തെത്തി, നീ ഇറങ്ങുന്നില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പോഴാണ് അവൾ ഞെട്ടിയുണർന്നത്. അവൾ വേഗം തന്നെ ബാഗും എടുത്ത് അമ്മയുടെ മുറിയിലേക്ക് നടന്നു. മുറിക്ക് പുറത്ത് ബാലചന്ദ്രൻ നിന്നു.
അച്ഛനൊന്ന് അമ്മയെ കണ്ടൂടെ? എന്തിനാ അച്ഛാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ കാരണമല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയതെന്ന് അലീന സങ്കടത്തോടെ ചോദിച്ചു. ബാലചന്ദ്രന്റെ മുഖം മങ്ങി. എല്ലാം അറിഞ്ഞിട്ടും നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതാണ് അലീന എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. വേറെ ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷേ ഞാനും നീയും ഇരകളാണ്. നമ്മൾ തന്നെ പരസ്പരം ഇത് പറയരുത്. നീ ചെല്ല്, എന്നെ നോക്കണ്ട. അലീന പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ നേരെ മുറിയിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ അവളെ കണ്ടതും വന്നല്ലോ അമ്മയെ നോക്കാനുള്ള ആള്, ഇനി എനിക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അലീന ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നുവെങ്കിലും അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി അങ്ങ് മുഖം തിരിക്കുകയാണ്. എന്തിനാ അമ്മേ എന്നോടിങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? എന്നും ഞാൻ പറയുന്നതല്ലേ എന്നോടിങ്ങനെ വൈരാഗ്യം കാണിക്കണ്ട എന്നൊക്കെ. എന്നെ ഒരു ഹോം നേഴ്സായിട്ട് മാത്രം കണ്ടാൽ മതി. മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കില്ല മാഡം. വൈജയന്തി കഷ്ടപ്പെട്ട് സംസാരിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതാണ് നീ ഇവിടെ വരാനോ എന്നോട് സംസാരിക്കാനോ എനിക്കിഷ്ടമില്ല എന്ന്. എന്നിട്ടും നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വരികയാണ്. എനിക്ക് നിന്നെ കാണുന്നത് പോലും വെറുപ്പാണ്. നിനക്ക് എൻ്റെ അസുഖം മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇവിടെ വരാതിരിക്കണം. അതുമാത്രമാണ് നീ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്നൊക്കെ പറയട്ടെ വൈജയന്തി. അതൊഴിച്ച് മാഡം വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. അതുമാത്രം നടക്കില്ല, അലീന തറപ്പിച്ചു പറഞ്ഞു. വൈജയന്തി ദേഷ്യത്തോടെ അന്നേരം മുഖം തിരിച്ചു കിടന്നു. അലീന കുറച്ചു നേരം ആലോചിച്ചു നിന്നു. ബബിതയുടെ കാര്യം എന്തായാലും പറയണം. അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. മാഡം. വൈജയന്തി തിരിഞ്ഞു നോക്കിയില്ല. മാഡം എന്നോടുള്ള ദേഷ്യം അങ്ങനെ തന്നെ വെച്ചോളൂ. പക്ഷേ മാഡം പ്രസവിച്ച 3 മക്കളുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കരുത്. ഞാൻ പറയുന്നത് അവരുടെ കാര്യമാണ്. വൈജയന്തി പറഞ്ഞിട്ട് എനിക്ക് നീ പറയുന്ന ഒരു കാര്യം കേൾക്കണ്ട. പ്രത്യേകിച്ച് എൻ്റെ മക്കളെക്കുറിച്ച് നിന്നെ പോലെ ഒരു പിഴച്ച പെണ്ണ് പറയുന്നത് കേട്ടിട്ട് വേണ്ട എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് അറിയാൻ. വൈജയന്തി ദേഷ്യപ്പെട്ട് പറഞ്ഞു. അതെ മാഡം, അതാണ് ഞാനും പറയാൻ പോകുന്നത്. എന്നെ മാഡം എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അത്രയും അത് മാഡത്തിന് തന്നെയായിരിക്കും വന്നു ഭവിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ബബിതയെക്കുറിച്ചാണ്. വൈജയന്തി അനങ്ങിയില്ല. ഇവൾ എന്തെങ്കിലും ഒന്ന് പറയട്ടെ എന്ന് കരുതി അവിടെ തന്നെ കിടന്നു. മാഡത്തിനോട് ഞാനിത് മുൻപ് പറഞ്ഞതാണ്. ബബിതയ്ക്ക് എന്തൊക്കെയോ വേണ്ടാത്ത റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന്. മാഡം ഇല്ലാത്ത നേരത്ത് അവൾ ഒരു പയ്യനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി എന്നൊക്കെ. അന്ന് മാഡം അതൊന്നും വകവെച്ചില്ല. അലീന ഒന്ന് നിർത്തി. വൈജയന്തിൻ്റെ മുഖത്ത് ഭാവഭേദമൊന്നുമില്ലായിരുന്നു. എങ്കിലും ഇനിയിപ്പോൾ അവൾക്കാണെങ്കിൽ എല്ലാത്തിനും സൗകര്യമാണ്. അവളെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവൾ ആരെയും വകവെക്കുന്നില്ല. അങ്കിളുടെ വീട്ടിൽ ആരും അവളെ തടയുന്നില്ല. ആര് തടഞ്ഞാലും അവൾ കേൾക്കില്ല. വൈജയന്തി മെല്ലെ ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ മോളെക്കുറിച്ച് തന്നെയാണോ നീ പറയുന്നത്? എൻ്റെ മോളെക്കുറിച്ചാണ് നീ പറയുന്നത് എന്നുള്ള വല്ല ധാരണയും നിനക്കുണ്ടോ എന്ന് ചോദിച്ചു വൈജയന്തി ദേഷ്യപ്പെടും. അലീന പറയുന്നത് എനിക്ക് നല്ല ധാരണയുണ്ട് മാഡം. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ മാഡത്തോട് തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. നീ എന്തിനാണ് എൻ്റെ മക്കളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ ധാരണകളൊന്നും തെറ്റിയിട്ടില്ല മാഡം. രോഹിതും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തി നിശബ്ദയായി. എന്തായാലും കൃഷ്ണമോൾ അങ്ങനെയൊന്നുമല്ല. അവൾ നല്ല കുട്ടിയാ. അലീന തുടർന്നു. മാഡം, ഞാൻ തുറന്നു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കഴിഞ്ഞ ദിവസം അവൾ എവിടെയോ ഒരു പയ്യൻ്റെ ഒപ്പം കറങ്ങാൻ പോയി. ഏതോ ഒരു വീട്ടിൽ കയറി കുറേയധികം സമയങ്ങൾക്ക് ശേഷമാണ് അവൾ തിരിച്ചിറങ്ങി വന്നത്. അതൊക്കെ രോഹിത്തും ഹരിയും കണ്ടുപിടിച്ചു മനുവേട്ടനോട് ഇതൊക്കെ പറഞ്ഞതാണ്. വൈജയന്തിയുടെ ഉള്ളിൽ തീ കോരിയിട്ട പോലെയായിരുന്നു. എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടും താൻ മാത്രം ഒന്നും അറിഞ്ഞില്ലല്ലോ. ദേഷ്യവും സങ്കടവും കൊണ്ട് തന്നെ അവൾ അലറി വിളിച്ചു. ഇറങ്ങിപ്പോടി എവിടെ നിന്ന്. മാഡം ഒച്ചയെടുക്കല്ലേ, പ്രശ്നമുണ്ടാക്കല്ലേ. അലീന പേടിച്ചുപോയി. അവൾ ഓടിച്ചെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കി. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. എങ്കിലും അലീന വിട്ടുകൊടുത്തില്ല. മാഡം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മാഡത്തിന് മാത്രമേ ബബിതയെ ഇനി തിരുത്താൻ പറ്റുള്ളൂ. മാഡം ഒരു അമ്മയല്ലേ. ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് അവളെ വിളിച്ചിട്ടൊന്ന് ചോദിക്ക്. എന്നോട് തോന്നുന്ന വാശിയുടെ പുറത്ത് മാഡം ഇത് തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ നാളെ മാഡവും ഈ കുടുംബവും ഒരുപാടധികം ദുഃഖിക്കേണ്ടി വരും. അതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടാക്കുമെന്ന് മാഡത്തിന് നന്നായി അറിയാമല്ലോ. അത് മാത്രമൊന്ന് ചിന്തിച്ചാൽ മതി. അലീന വേഗം ബാത്റൂമിലേക്ക് അങ്ങ് കയറിപ്പോയി. വൈജയന്തി അതിനെപ്പറ്റി ഇങ്ങനെ കിടന്നാലോചിക്കാണ്. അലീന പറഞ്ഞതിലും കാര്യമുണ്ട്. അവൾ ഫോൺ എടുത്തിട്ട് നേരെ ബബിതയെ വിളിച്ചു. നീ ഇപ്പം എവിടെയാ? വൈജയന്തി കടുപ്പത്തിൽ ചോദിച്ചു. അന്നേരം ബബിത ഒന്ന് പതറിപ്പോയി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടമ്മേ. അതാണ് ചോദിച്ചത് എവിടെയാണെന്ന്. ഞാൻ അങ്കിളുടെ വീട്ടിലുണ്ട്. നീ എന്താ കോളേജിലേക്കൊന്നും പോവാത്തത്? അത് പിന്നെ എനിക്കൊരു ചെറിയ തലവേദന പോലെ തോന്നി, അതുകൊണ്ടായെന്ന് പറയും. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ എൻ്റെ അടുത്തേക്കൊന്ന് വരാമോ? അമ്മേ, ഞാൻ തലവേദന എടുത്തിട്ട് കിടക്കുക എന്ന് പറയുന്ന സമയത്തിന് അതൊന്നും കുഴപ്പമില്ല. ഞാനുള്ളത് ഹോസ്പിറ്റലിലാണല്ലോ. നിനക്ക് എവിടെ വന്നാലും ഡോക്ടറെ കാണാമല്ലോ. നിനക്ക് അത്രയ്ക്ക് തലവേദനയുണ്ടെങ്കിൽ ഒരു ടാക്സി വിളിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ. നമുക്ക് എന്തായാലും നേരിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഫോൺ വെക്കാണ്. ബാത്റൂമിൽ നിന്നും അലീന ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒരാശ്വാസം തോന്നി. തൻ്റെ വാക്കുകൾക്ക് മാഡം വില കൊടുത്തില്ലല്ലോ. ഹോസ്പിറ്റലിലേക്ക് വരുന്ന ബബിതയെ മാത്രമല്ല രോഹിത്തും കൂടിയായിരിക്കും. ബബിത ഹോസ്പിറ്റലിലേക്ക് വരുന്നതും കാത്ത് വൈജയന്തി അവിടെ കണ്ണും നട്ട് കിടക്കാണ്. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അലീന വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിച്ചു.
ആ മുഖത്ത് വലിയ പൊട്ടിത്തെറിക്കുള്ള കോപ്പ് കൂട്ടുന്നത് പോലെ ഒരു ഭാവം. മുറിയിലെ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. AC-യുടെ നേർത്ത മൂളൽ മാത്രം. അലീന പതിയെ ജനലിനരികിലേക്ക് മാറി നിന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ആദ്യം കയറി വന്നത് രോഹിതാണ്. തൊട്ടു പിന്നാലെ മുഖത്ത് വല്ലാത്തൊരു ജാള്യതയും ഒപ്പം ഒരു തരം ഭയവും ഒളിപ്പിച്ചുകൊണ്ട് തന്നെ ബബിതയും അകത്തേക്ക് കയറി വന്നു. അമ്മയുടെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ ഒന്ന് പരിങ്ങി. അലീന അവിടെ കണ്ടതും ബബിതയുടെ മുഖം കറുത്തു. അവൾ അലീനയെ നോക്കി പല്ലിറുമ്പുന്നതെല്ലാം തന്നെ വൈജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ബബിത വിളിച്ചു. ശബ്ദത്തിന് തീരെ ബലമുണ്ടായിരുന്നില്ല. വൈജയന്തി മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരം അവളെ തന്നെ ഉറ്റുനോക്കി. ആ നോട്ടത്തിൻ്റെ ചൂട് താങ്ങാനാവാതെ രോഹിത് പതുക്കെ തല താഴ്ത്തി നിന്നു. നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് കുറവുണ്ടോ? വൈജയന്തിയുടെ ചോദ്യത്തിൽ പരിഹാസമുണ്ടോ എന്ന് ബബിതയ്ക്ക് സംശയം. അത് ഇപ്പോൾ കുഴപ്പമില്ലാമേ. അമ്മ എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അച്ഛനും ഹരിയേട്ടനും അവിടെയുണ്ട്. അവരോടൊന്നും പറയാതെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് എന്ന് ബബിത വിഷയം മാറ്റാൻ ശ്രമിച്ചു. അവരോട് പറയാതെ ഇറങ്ങാൻ നിനക്ക് പണ്ടേ മിടുക്കാണല്ലോ. അതുകൊണ്ട് അത് ഞാൻ കാര്യമാക്കുന്നില്ല. വൈജയന്തിയുടെ ആ ഒരു മറുപടി കേട്ടതോടുകൂടി തന്നെ ബബിത ഒന്ന് ഞെട്ടി. രോഹിത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നീ ഇങ്ങോട്ടേക്ക് മാറി നിൽക്ക്. വൈജയന്തി കൈകൊണ്ട് ബബിതയെ ബെഡ് സൈഡിൻ്റെ അകത്തേക്ക് വിളിപ്പിച്ചു. അവൾ മടിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. നീ ഇന്നലെ എവിടെയായിരുന്നു? വൈജയന്തിയുടെ ചോദ്യം ഒരു കൂരമ്പ് പോലെയാണ് വന്നത്. ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ, ബബിത വിക്കിക്കൊണ്ട് പറഞ്ഞു. നുണ പറയരുത്, വൈജയന്തി അലറി. ആ അലർച്ചയിൽ അവളുടെ ശരീരമാകെ ഒന്ന് വിറച്ചു. എൻ്റെ നട്ടലിന് മാത്രമേ ക്ഷതമേറ്റിട്ടുള്ളൂ. എൻ്റെ തലച്ചോറിന് കുഴപ്പമൊന്നുമില്ല. നീ എവിടെയായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഏതാടി ആ ചെക്കൻ? ബബിതയുടെ മുഖം വിളറി വെളുത്തു. അവൾ വേഗത്തിൽ അലീനയുടെ നേരെ തിരിഞ്ഞു. നീയാണല്ലേടി? നീ എന്ത് കണ്ടിട്ടാടി എൻ്റെ അമ്മയോട് ഇല്ലാത്ത കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? നിനക്ക് സമാധാനമായോടി കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട്? അവൾ അലീനയുടെ നേരെ കൈ ഓങ്ങിയതും നിർത്തടി അവിടെ എന്നൊക്കെ പറഞ്ഞു വൈജയന്തിൻ്റെ ശബ്ദം മുറിയിലങ്ങ് മുഴങ്ങി. അവളെ പറയാൻ നിനക്ക് യാതൊരുവിധ അർഹതയുമില്ല. അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും എനിക്ക് നിന്നോട് ചോദിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നീയും ആ കുഴിയിലേക്ക് വീണതിന് ശേഷം മാത്രമേ ഞാൻ അറിയുമായിരുന്നുള്ളൂ. അലീന പറഞ്ഞത് കള്ളമാണെങ്കിൽ മനുവും ഹരിയും രോഹിത്തും പറയുന്നതൊക്കെ കള്ളമാണോ? നിന്റെ കൂടെ വന്ന ഇവനോട് നീ ചോദിക്കുക. രോഹിത്തെ, സത്യം പറയടാ. വൈജയന്തി രോഹിത്തിന് നേരെ തിരിഞ്ഞു. രോഹിത് അന്നേരം ആകെ വിയർത്തു. അമ്മേ, അത് പിന്നെ അവൾ ആ പയ്യനെ കാണാൻ പോയിരുന്നു. ഞങ്ങൾ വിലക്കിയതാ അമ്മേ. അവൾ കേൾക്കുന്നില്ല. ബബിത രോഹിത്തിനെ അങ്ങ് തുറച്ചു നോക്കി. അവളുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞതിൻ്റെ ദേഷ്യവും നാണക്കേടും കൊണ്ട് തന്നെ അവൾ വിറച്ചു നിന്നു. ആരും കണ്ടോടി, സ്വന്തം ആങ്ങളെ പോലും നിന്നെ തള്ളിപ്പറയുന്നൊരവസ്ഥയായി. എന്തിനാടി നീ ഇങ്ങനെ നടക്കുന്നത്? നിനക്കിത് എന്തിൻ്റെ കുറവാണ് ഇവിടെയുള്ളത്? പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് ആ പയ്യൻ്റെ കൂടെ കറങ്ങി നടക്കുമ്പോൾ നീ ഓർത്തോ ഈ കിടക്കുന്ന ഈ അമ്മയുടെ അവസ്ഥ? ഒരു നിമിഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂടിയെല്ലാം. വൈജയന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് ദേഷ്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് നിസ്സഹായത കൊണ്ടായിരുന്നു. അമ്മേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് ബബിത കരച്ചിലിൻ്റെ വക്കിലെത്തിക്കൊണ്ട് പറഞ്ഞു. ഫ്രണ്ട്സോ? നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. ആരുമില്ലാത്ത വീട്ടിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നതാണോ ഈ ഫ്രണ്ട്ഷിപ്പ്? നീ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? ഈ ലോകം കണ്ടിട്ട് തന്നെയാണ് നിന്റെ അമ്മയും ഇതുവരെയൊക്കെ എത്തിയത്. നീ കരുതുന്നുണ്ടാവും ഇതൊക്കെ വലിയ സ്മാർട്ട്നെസ് ആണെന്ന്. പക്ഷേ നാളെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഈ കാണുന്നവരും നിന്റെ കൂടെയുള്ളവരും ആരും തന്നെ ഉണ്ടാവില്ല. അന്ന് നീ ഒറ്റക്കായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറയാണ് വൈജയന്തി ശ്വാസം എടുക്കാൻ പോലും പാടുപെട്ടു. അലീന വേഗം വെള്ളമെടുത്തു കൊടുത്തു. വൈജയന്തി അത് വാങ്ങി കുടിച്ചിട്ട് വീണ്ടും തുടർന്നു. ബബിതേ, നിന്നോട് ഞാൻ കെഞ്ചുവാണ്. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ഈ അമ്മയുടെ ഗതി ഒരിക്കലും നിനക്കുണ്ടാവരുത്. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. നിന്നെപ്പറ്റി മനു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അലീന, എനിക്കിഷ്ടമില്ലാത്ത ഇവൾ പോലും നിന്റെ കാര്യമോർത്ത് പേടിക്കുമ്പോൾ പെറ്റ തള്ളയായി എനിക്ക് നെഞ്ചു പൊട്ടാതിരിക്കുവടി. മുറിയിൽ കരച്ചിലിൻ്റെ ശബ്ദം മാത്രം. ബബിത തലകുനിച്ച് നിന്നു. അവളുടെ അഹങ്കാരം അങ്ങ് അലിഞ്ഞു തുടങ്ങിയിരുന്നു. നീ ഇനി ആ ചെക്കനെ കാണാൻ പോവരുത്. ഫോൺ ഇങ്ങ് തായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അത് ഫോണ് തിരിച്ചു ചോദിക്കാണ്. ബബിത മടിച്ചു നിന്നു. തരടി ഇങ്ങോട്ടേക്ക് എന്ന് വൈജയന്തി ഒച്ചയിട്ട് പറഞ്ഞപ്പോൾ ബബിത പേടിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. വൈജയന്തി അത് അലീനയ്ക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നത്, അലീന, നീ ഇത് വെച്ചോ. ഇവൾക്കിനി എപ്പോൾ ബുദ്ധി ഉദിക്കുന്നോ അപ്പോൾ ഫോൺ കൊടുത്താൽ മതി. അതുവരെ ഇതേതായാലും പുറത്തിറക്കണ്ട എന്നൊക്കെ പറയും. അലീന പേടിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ വാങ്ങിച്ചു. ബബിത ദേഷ്യത്തോടെ അലീനയെ നോക്കിയെങ്കിലും ഒന്നും തന്നെ മിണ്ടിയില്ല. ഇനി പോയിക്കോ രണ്ടാളും, എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടക്കണം പോ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അവിടെ കണ്ണുകളടച്ച് കിടന്നു. രോഹിത്തും ബബിതയും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. വാതിലടഞ്ഞതും വൈജയന്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അന്നേരം ആശ്വസിപ്പിക്കാൻ എന്നോണം അലീന പതുക്കെ ചെന്ന് വൈജയന്തിൻ്റെ കൈകളിൽ പിടിച്ചു. ഇത്തവണ വൈജയന്തി ആ കൈകളൊന്നും തന്നെ തട്ടി മാറ്റിയില്ല. പകരം ആ വിരലുകൾ അലീനയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. ഒരു വാക്ക് പോലും മിണ്ടാതെ ആ മുറിയിലെ മൗനത്തിൽ രണ്ട് സ്ത്രീകളും പരസ്പരം ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ബബിതയുടെ മനസ്സിൽ അപമാനത്തേക്കാൾ ഉപരി ഭയം നിറഞ്ഞു തുടങ്ങി. എന്നാൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു.
അതോ കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്കുള്ള സൂചനയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.